ഹായ്, ഇന്നേ എക്സ്ക്ലൂസീവ് ടൊമാറ്റോ ഹാർവെസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ടൊമാറ്റോസ് മാത്രം പ്ലക്ക് ചെയ്യാൻ പോകാം. പോരെ. നമുക്ക് ബേസിക്കലി 4 ഇനം ടൊമാറ്റോസ് ആണുള്ളത് കേട്ടോ. പ്ലം ടൊമാറ്റോസ് ഉണ്ട്, ബീഫ് ടൊമാറ്റോസ് ഉണ്ട്, ചെറി ടൊമാറ്റോസ് ഉണ്ട്, മണി മേക്കർ ഉണ്ട്, പിന്നെ ബ്ലാക്ക് ടൊമാറ്റോ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ടൊമാറ്റോസ് കേട്ടോ. ടൊമാറ്റോസ് പറിക്കാം. ഇത് കണ്ടോ, ഇത് ബീഫ് ടൊമാറ്റോസ് ആണ്. നമ്മൾ ഈ കളറാകുമ്പോൾ പറിച്ചു വയ്ക്കും. പറിച്ചു വെച്ചിട്ട് നല്ല കളറാകുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യും. മണി മേക്കേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ പഴുത്ത മാത്രം ടൊമാറ്റോസ് പറിച്ചെടുക്കുന്നുള്ളൂ. ഈ ചെറി ടൊമാറ്റോസിൻ്റെ പ്ലാന്റ് കണ്ടോ. നോർമലി നമ്മുടെ ചെറി ടൊമാറ്റോസ് വരുന്നത് സൈസ് ഇതാണ്. ഇതിൽ ചെറി ടൊമാറ്റോസിൻ്റെ സൈസ് കണ്ടോ. മണി മേക്കറിൻ്റെ സൈസിന് അത്രയുണ്ട്. നമ്മുടെ മണി മേക്കേഴ്സ് പോലെ ഇരിക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റാണ്. നമ്മളിതിൻ്റെ പഴുത്തത് മാത്രം പറിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. കണ്ടോ, ഒരു സ്റ്റെമ്മേ തന്നെ 8 ടൊമാറ്റോസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് എന്തുമാത്രം ടൊമാറ്റോ കിട്ടുന്നുണ്ടെന്ന് കേട്ടോ. നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഇത് നമ്മുടെ മണി മേക്കർ ടൊമാറ്റോ ആണ്. ഇത് കണ്ടോ. ഞങ്ങളുടെ ഗാർഡൻ സ്പേസിൽ ഓൾമോസ്റ്റ് എല്ലാ ചെടികളുടെയും സൈഡിൽ ഞങ്ങൾ ടൊമാറ്റോ നടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വർഷത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വെജിറ്റബിളും നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണ് ടൊമാറ്റോസ്. ലാസ്റ്റ് ഇയറിൽ ഞങ്ങൾ ഒരു ടൊമാറ്റോ പോലും ഞങ്ങൾ ഷോപ്പിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ ലാസ്റ്റ് ഇയറിലുണ്ടായ ടൊമാറ്റോ മൊത്തം ഫ്രീസറിൽ ഞങ്ങൾ സേവ് ചെയ്ത് വെക്കുകയും ആ ഒരു വർഷം മൊത്തം ഞങ്ങൾ യൂസ് ചെയ്യുമായിരുന്നേ. ഈ വർഷവും അപ്പോൾ അതുകൊണ്ട് ടൊമാറ്റോ അത്ര യൂസ്ഫുൾ ആണെന്ന് തോന്നിയുകൊണ്ടാണ് ഞങ്ങൾ ടൊമാറ്റോ പ്ലാന്റ്സ് നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ട് അത് ഒരുപാട് നട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് പറിക്കാൻ വന്നാലും അതിൻ്റെ കൂടെ നമുക്ക് ബോണസായി കിട്ടുന്ന സാധനമാണ് കോർജറ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ മാരോസ്. ഇതുണ്ടോ, നല്ല വെയിറ്റുള്ള സംഭവമാണ്. ഇതൊരു 1 കിലോ മിച്ചമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ വന്നാലും നമുക്ക് ഒരു കോർജറ്റ് 1-2 കോർജറ്റ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ടൊമാറ്റോസ് കേട്ടോ. ഇത് നല്ലൊരു അത്യാവശ്യം വലിയൊരു മൊറോ. എന്തായാലും ഇതൊരു 3 കിലോ മിച്ചം കാണും കേട്ടോ. 2-3 ദിവസം കൂടുമ്പോൾ പറിക്കാനുള്ള ടൊമാറ്റോസ് നമ്മുടെ തോട്ടത്തിലുണ്ട്. അപ്പോൾ ഇത് പറിച്ചെടുത്തിട്ട് നേരെ കിച്ചണിൽ വിൻഡോയുടെ സൈഡിൽ ഇതിങ്ങനെ വെക്കുന്നു. 1-2 ദിവസം വെളിയിൽ ചെയ്യുമ്പോൾ നല്ല കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ളത് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യും. ബാക്കിയുള്ളത് പാക്ക് ചെയ്ത് ഫ്രീസറിൽ കയറ്റി സ്റ്റോർ ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുക കേട്ടോ. നമ്മളത് ഒരുപാട് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിളികളൊക്കെ അണ്ണാനും ഒക്കെ കടിച്ച് തിന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ടൈം ആകുമ്പോഴാണ് പറിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടൊമാറ്റോ ഹാർവെസ്റ്റിംഗ് വീഡിയോ. ഇനി കൂടുതൽ പച്ചക്കറി ഹാർവെസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.